ഹലോ ഓൾ, എല്ലാവർക്കും iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ 33 ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കൺട്രീസ് ഇൻവോൾവ്ഡ് ഇൻ ദി എയർ ഓഫ് ദി ആർത്തോപോയ്സൻ പ്രൊജക്ട് റീസെൻ്റ്ലി ഇൻ ന്യൂസ് അല്ലേ. ഇപ്പോൾ ഇതൊരു കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ എക്കോളജി നമ്മുടെ സിലബസിലുണ്ട്, എന്നിരുന്നാലും ഇതെന്താണ് കറണ്ട് അഫേഴ്സ് അല്ലേ. നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് മാത്രമേ ഇതിന് ആൻസേഴ്സ് എഴുതാൻ പറ്റൂ അല്ലേ. ആന്ത്രോപോസീൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്താണ് ആ പ്രോജക്റ്റ് എന്നൊന്ന് മനസ്സിലാക്കണം അല്ലേ. അതായത് ആന്ത്രോപോസീൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ആർട്ട് സയൻസ് പ്രൊജക്റ്റ് ആണ് ദാറ്റ് യൂസ് ഡിജിറ്റൽ ലൈറ്റ് പെയിന്റിംഗ് ആൻഡ് ലോ കോസ്റ്റ് എയർ പൊല്യൂഷൻ സെൻസേഴ്സ് അല്ലേ. ഒരു ഡിജിറ്റൽ ലൈറ്റ് പെയിന്റിംഗ് അല്ലെങ്കിൽ എന്താ മെയിനായിട്ട് പറയേണ്ടത്, ഒരു ലോ കോസ്റ്റ് എയർ പൊല്യൂഷൻ സെൻസർ ടു മേക്ക് ഇൻവിസിബിൾ എയർ പൊല്യൂഷൻ വിസിബിൾ അല്ലേ. ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം വളരെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള എയർ പൊല്യൂഷൻ പാർട്ടിക്കിൾസിനെ പോലും വിസിബിൾ ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള സെൻസേഴ്സ് സ്ഥാപിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ ഒരു ആന്ത്രോപോസീൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള കൺട്രീസ് ആണ് ഇന്ത്യ, എത്യോപ്യ, UK എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് D ആണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം അത്യാവശ്യം എന്തായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സ് ഒക്കെ നോക്കി പോവുക. കാരണം എക്കോളജി എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നൊക്കെ ഇപ്പോൾ എന്താണ് പണ്ട് ചോദിച്ച് മറന്ന ആ ഒരു സെയിം പാറ്റേണിലല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ 35th ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which country has announced an action plan to eliminate Indian house crows by the end of 2024 or 2024 due to their harmful impact on local ecosystem and public nuisance, especially in coastal region അല്ലേ. നമ്മുടെ ഇന്ത്യൻ ഹൗസ് ക്രോസ് കാക്ക അല്ലേ, ഇതിനെ റിമൂവ് ചെയ്യാം അല്ലേ. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക 2024. ഇതും ഏകദേശം എന്താണ് കറണ്ട് അഫേഴ്സ് അല്ലേ. കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ എവിടെയും പഠിക്കുന്നില്ല. നമ്മുടെ എക്കോളജി സിലബസിൽ നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ 2024 ക്രോസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ഒരു രാജ്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്? ഇല്ല. ദാറ്റ്സ് റിലേറ്റഡ് ടു കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കൺട്രിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൺട്രിയാണ്? കെനിയയാണ് ഇന്ത്യൻ ക്രോസിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാന് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ആൻസർ ഈസ് B ആണ് കറക്റ്റ് ആൻസർ. സോ നോക്കാം, വാട്ട് ഈസ് ദ IUCN സ്റ്റാറ്റസ് ഓഫ് red-headed vulture which was recently sighted in കാസർഗോഡ് അല്ലേ. അപ്പം അതായത് red-headed vulture എന്ന് പറയുന്നത് അല്ലേ, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെയിനായിട്ടും ലീസ്റ്റ് കൺസേൺ ആണോ, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണോ, വൾണറബിൾ ആണോ, ക്രിട്ടിക്കലി എൻഡേഞ്ചറബിൾ ആണോ? അതായത് IUCN സ്റ്റാറ്റസ് ഫോർ ദി red-headed vulture അല്ലെങ്കിൽ സാർക്കോജിപ്പസ് കാൽവസ് എന്നുള്ളത് ക്രിട്ടിക്കലി എൻഡേഞ്ചറിങ് നേരിടുന്ന ഒരു സ്പീഷീസ് ആണ് അല്ലേ. ദേ ആർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. The species is facing several population decline due to the factors like habitat loss, poisoning from veterinary drugs such as അല്ലേ ആൻഡ് ഡിക്രീസ്ഡ് ഫുഡ് സപ്ലൈ അല്ലേ. അപ്പം ഈ ഒരു സ്പീഷീസ് ആ ഒരു ഏരിയയിൽ എൻഡേഞ്ചർ ആവുകയാണ് അല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡേഞ്ചർ അല്ല, എക്സ്റ്റിൻറ്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസും ഫുഡ് സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാത്തതൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനായിട്ട് അധികമില്ല. So, what is extinction filtering in the context of biodiversity? ബയോഡൈവേഴ്സിറ്റിയിൽ എക്സ്റ്റൻഷൻ ഫിൽട്ടറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്റ്റൻഷൻ ഫിൽട്ടറിങ് എന്താണ്? എക്സ്റ്റൻഷൻ ഫിൽട്ടറിങ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ഡ്രോൺ ടെക്നോളജി ഫോർ അഗ്രികൾച്ചറൽ, എ പ്രോസസ് വെയർ സ്പീഷീസ് സെൻസിറ്റീവ് ടു ഹ്യൂമൻ ഡിസപ്പിയറൻസ്, എ നാച്ചുറൽ സെലക്ഷൻ സ്പീഷീസ് ഇൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ഫിൽട്ടറിങ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. എക്സ്റ്റൻഷൻ ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്
ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ഹ്യൂമൻ ഡിസ്റ്റർബൻസ് അല്ലെ ഹ്യൂമൻ ഡിസ്റ്റർബൻസ് എലിമിനേറ്റ് സ്പീഷീസ് സെൻസിറ്റീവ് ടു ദം അല്ലെ ഹ്യൂമൻ ഡിസ്റ്റർബൻസ് കാരണം എന്ത് ചെയ്യുന്നു അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകൾ എലിമിനേറ്റ് ആയി പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റിൻഷൻ ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്. ബട്ട് അഗ്രികൾച്ചറിനുള്ളൊരു ടെക്നോളജി ആണോ? അല്ല. എൻഡേഞ്ചർഡ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെത്തേഡ് ആണോ? അല്ല. നാച്ചുറൽ സെലക്ഷൻ ആണോ? അല്ല. ഓക്കെ, എക്സ്റ്റിൻഷൻ ഫിൽട്ടറിംഗ് ആണ്. അതായത് പ്രോസസ് വെയർ സ്പീഷീസ് സെൻസിറ്റീവ് ടു ഹ്യൂമൻ ഡിസ്റ്റർബൻസ് അല്ലെ ഹ്യൂമൻ ഡിസ്റ്റർബൻസിന് സെൻസിറ്റീവ് ആയിട്ടുള്ളവ കാലക്രമേണ ഡിസപ്പിയർ ചെയ്യുന്ന മെത്തേഡിനെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു വേർഡ് വെച്ചിട്ട് ഒന്നും അറിയില്ലെങ്കിൽ പോലും അതിന്റെ ആ ഒരു മീനിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഓപ്ഷനിലേക്ക് എത്താം അല്ലെ. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്രോൺ ടെക്നോളജി ഒന്നും അല്ല. പിന്നെന്താണ് കൺസേർവ് എൻഡേഞ്ചർഡ് സ്പീഷീസിനെ കൺസേർവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എക്സ്റ്റെൻറ്റ് ആയി പോകുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനായിട്ട് പറ്റും. 38 ഐഡന്റിഫൈ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കങ്കർവാലി നാഷണൽ പാർക്ക്. കങ്കർവാലി നാഷണൽ പാർക്കിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഉള്ളത് സ്റ്റേറ്റ്മെന്റുകൾ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ദ നാഷണൽ പാർക്ക് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി ടെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അണ്ടർ ദി നാച്ചുറൽ കാറ്റഗറി ഓഫ് 2025. 2025 എന്താണ് നാച്ചുറൽ കാറ്റഗറി അല്ലെ നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റിന്റെ കാറ്റഗറിയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അംഗീകാരം നേടിയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് കങ്കർവാലി പാർക്ക്. കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ദ നാഷണൽ പാർക്ക് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി ടെന്റേറ്റീവ് ലിസ്റ്റ്. ടെന്റേറ്റീവ് ലിസ്റ്റിൽ യുനെസ്കോയുടെ ടെന്റേറ്റീവ് ലിസ്റ്റിൽ 2025 ഹെറിറ്റേജ് സൈറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ കങ്കർവാലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മുരുഡ് ആൻഡ് റോഹ താലൂക്ക് ഓഫ് ഡിസ്ട്രിക്ട് മഹാരാഷ്ട്ര. ഇപ്പം നമ്മൾ സിമ്പിളാണ്, നമ്മൾ നാഷണൽ പാർക്കും അതിൻ്റെ സ്റ്റേറ്റുകളും പഠിക്കുന്നതാണ്. സോ കങ്കർവാലി മഹാരാഷ്ട്രയിലാണോ പ്രസന്റ് ആയിട്ടുള്ളത്? അല്ല. ഏത് സ്റ്റേറ്റിലാണ് കങ്കർവാലി നമുക്ക് കാണാൻ പറ്റുന്നത്? ഛത്തീസ്ഗഡിലാണ് അല്ലേ. കങ്കർവാലി ഈസ് പ്രസന്റ് ഇൻ ഛത്തീസ്ഗഡ്. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. A tributary of Kolab river which ultimately join the Godavari river follows through the park. കറക്റ്റ് അല്ലേ? ഗോദാവരി റിവർ അതുപോലെ തന്നെ എന്ത് ആ കൊലാബ് റിവർ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നുണ്ട്. കറക്റ്റ് ആണ്. A mixed moist deciduous forest with predominance of sal, teak, bamboo trees and unique bird buster hill myna were also seen. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ 1, 3, 4 കറക്റ്റ് ആണ്. 2 പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അല്ലെ സ്റ്റേറ്റ്. അത് വളരെ സിമ്പിൾ ആയിരുന്നു, ഡയറക്റ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് മനസ്സിലാവും ഏത് സ്റ്റേറ്റിലാണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡാണ്, മഹാരാഷ്ട്ര അല്ല. So 39th question. The scientist who in his recapitulation theory stated that ontogeny recapitulates phylogeny. ഇതൊക്കെ ചിലരൊന്നും ഈ ക്വസ്റ്റ്യൻ ഒക്കെ കേട്ടിട്ട് പറഞ്ഞ് ഇങ്ങനത്തെ വേർഡുകൾ പോലും നമ്മൾ എക്കോളജിയിൽ എവല്യൂഷനിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഡെപ്തിൽ പഠിച്ചവർക്കറിയാമല്ലോ ഇതൊക്കെ എവല്യൂഷനിൽ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ സയൻറ്റിസ്റ്റ് ഹൂ ഈസ് റീക്യാപിറ്റുലേഷൻ തിയറി സ്റ്റേറ്റഡ് ദാറ്റ് ഓന്റോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി. ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ ഇതൊന്നുമല്ല. ഇത് പറഞ്ഞ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റ് ഏണസ്റ്റ് ഹെക്കൽ, ഓപ്ഷൻ ഡി ഏണസ്റ്റ് ഹെക്കൽ ആണ് എന്ത് ചെയ്തത് റീക്യാപിറ്റുലേഷൻ തിയറി സ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഒരു തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഐഡിയ ദാറ്റ് ഡെവലപ്മെന്റ് ഓഫ് ആൻ എംബ്രിയോ റിപ്പീറ്റ്സ് ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ദ സ്പീഷീസ് അല്ലേ. അതായത് ഒരു എംബ്രിയോന്റെ ഡെവലപ്മെന്റ്, ഇപ്പോൾ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചോ, ഈ എംബ്രിയോ എന്ത് ചെയ്യും അതിൻ്റെ സ്പീഷീസിലുള്ള അതേ മോഡലിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു എവല്യൂഷൻ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഓന്റോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം ഫ്രം ഫെർട്ടിലൈസ്ഡ് എഗ്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും അഡൽറ്റ് ഡെവലപ്പ് ആവുന്നതിനെയാണ് ഓൺടോജനി എന്ന് പറയുന്നത്. ഫൈലോജനി എന്ന് പറഞ്ഞാലോ എവല്യൂഷണൽ ഹിസ്റ്ററിയാണ് ഫൈലോജനി എന്ന് പറയുന്നത്. വെൻ ആൻ ആനിമൽ ഡെവലപ്സ് ഇൻ ദ വൂമ്പ് ഇറ്റ്സ് എംബ്രിയോ ഷോ സ്റ്റേജസ് റിസംബിൾസ് ഇൻ ആൻസിസ്റ്റർ അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ആനിമൽ എന്തെങ്കിലും വൂമ്പിൽ വരുമ്പം തന്നെ അതിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും റിസംബിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇത്
എന്താ പറയുന്നത്, ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇപ്പം നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞ് ഒരു വൂമ്പിൽ വരുമ്പം തന്നെ അതിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറിയും പറയുന്നത്. അപ്പം ഈ ഒരു തിയറി ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി എന്ന് പറയുന്ന ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് എക്കലാണ് അല്ലെ. ഏണസ്റ്റ് എക്കലാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബ്രിയോ റിപ്പീറ്റ് ദി എവല്യൂഷൻ അല്ലെ. എംബ്രിയോ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സ്പീഷീസിന്റെ എവല്യൂഷൻസിനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് തിയറി. അതായത് വൂമ്പിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രീവിയസ് സ്പീഷീസുമായിട്ട് അല്ലേ എന്ത് ചെയ്യുന്നു, റിസംബിൾനെസ് കാണിക്കുന്നുണ്ടായിരിക്കും. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡാർവിൻ ആൻഡ് വാലേസ് പ്രൊപ്പോസ്ഡ് ഓർഗാനിക് എവല്യൂഷൻ സീക്വൻസ്. ഇപ്പം ഡാർവിൻ ആൻഡ് വാലസ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഓർഗാനിക് എവല്യൂഷൻ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, കൺസിസ്റ്റൻസി ഓഫ് പോപ്പുലേഷൻ സൈസ്, നാച്ചുറൽ സെലക്ഷൻ. വേരിയേഷൻ, overproduction, consistency of population, natural selection. Overproduction, consistency of population size, variation, natural selection. Variation, natural selection, overproduction, consistency of population. But according to their theory, a population initially overproduce. അപ്പോൾ ആദ്യം നടക്കുന്ന എന്തായിരിക്കും ഈ ഒരു തിയറി അനുസരിച്ച്, ആദ്യം ഒരു ഇൻഡിവിജ്വൽ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, ഓസ്പ്രിങ്ങുകളെ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാടായല്ലേ, ഇപ്പം റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻസ് നടക്കും. ഇങ്ങനെ കോമ്പറ്റീഷൻസ് നടക്കുമ്പോൾ എന്ത് ചെയ്യും, നാച്ചുറൽ വേരിയേഷൻ സംഭവിക്കും അല്ലേ. ആദ്യം ഓവർ പ്രൊഡ്യൂസ് ചെയ്യും, ഓവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഓസ്പ്രിങ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യും. കുറേ ഓസ്പ്രിങ്സ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവരെല്ലാവരും ഓവറായിട്ട് എന്ത് ചെയ്യും, നമുക്ക് മീൻസ് തമ്മിൽ മത്സരം, കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് കാരണം ഇവരുടെ ഇടയിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വേരിയേഷൻസ് വന്നു കഴിയുമ്പം ബെറ്റർ ആ ഒരു കണ്ടീഷൻസിൽ ആരാണോ ബെറ്റർ അഡാപ്റ്റഡ് ആവുന്നത് അവരെന്ത് ചെയ്യും, നാച്ചുറൽ സെലക്ട് ചെയ്യും, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും, നേച്ചറെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ബെറ്റർ അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളവ എന്ത് ചെയ്യുന്നു, അവയുടെ ട്രേറ്റ്സ് അടുത്ത ഓസ്പ്രിങ്സിലേക്ക് ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ഓസ്പ്രിങ്സിലേക്ക് ട്രേറ്റ് പാസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പം ഇത് നോക്കിയേ നിങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം എന്താ നമ്മൾ പറഞ്ഞത്, ആദ്യം ഓവർ പ്രൊഡ്യൂസ് ചെയ്യുമല്ലേ, ഫസ്റ്റ് ഓവർ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷനിൽ അവർക്ക് എന്ത് ചെയ്യും, വേരിയേഷൻസ് വരും. ആ വേരിയേഷൻസിനനുസരിച്ച് അല്ലേ വേരിയേഷൻസ് വന്നിട്ട് ആ പോപ്പുലേഷൻ്റെ കൺസിസ്റ്റൻസി അല്ലേ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആളെയാണ് നേച്ചർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അല്ലാത്തവരെ എന്ത് ചെയ്യൂ, നേച്ചർ കളയും. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇതും വളരെ സിമ്പിൾ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഒരു വേയിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. So 41th question. Which of the following technology was used to create genetically modified woolly mice? വൂളി മൈസ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഈ വൂളി മൈസ് നല്ല ഫറൊക്കെ വളരെ എന്താണ് ഗോൾഡൻ ഷെയ്ഡിലൊക്കെ ഉള്ള ഈ വൂളി മൈസിനെ സൃഷ്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി, ജീൻ തെറാപ്പി, സെമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ, CRISPR-Cas9 സിസ്റ്റം, റീകോമ്പിനന്റ് DNA ടെക്നോളജി. നമുക്കിത് അറിയാം അല്ലേ, CRISPR-Cas9 ആണ് അല്ലേ, അതാണ് ടെക്നോളജി എന്ന് പറയുന്നത്. വൂളി മൈസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്വാൻസ്ഡ് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ആണ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി. ജീൻ എഡിറ്റിംഗ് ഒക്കെ പറയുമ്പോൾ നമ്മൾ CRISPR-Cas9 ടെക്നോളജീസ് പറയാറുണ്ട്. ജീനെ എഡിറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇതെന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് എന്ത് ചെയ്യാണ്, വൂളി മാമൂത്ത് ലൈക്ക് ട്രേറ്റ്സ് ഇൻ ടു ലബോറട്ടറി മൈസ്. ഒരു മാമൂത്തിൻ്റെ കുറേ ട്രേറ്റ്സുകൾ നമ്മുടെ ലബോറട്ടറിയിലുള്ള മൈസിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിലുള്ളത്. അപ്പോൾ അതായത് മെയിനായിട്ട് അതിൻ്റെ ജീനുകൾ എഡിറ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത്, എൻ്റെ ഫർ ഉണ്ടല്ലോ, ഈ ഗ്രോത്ത് രോമങ്ങളുടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുക, അതിൻ്റെ കളർ ഒരു ഗോൾഡൻ ആക്കി മാറ്റുക, അങ്ങനെയുള്ളൊരു മാമൂത്തിൻ്റെ കൂട്ടത്തെ ട്രേറ്റുകൾ കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ് CRISPR-Cas9 എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്.
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ IARI ക്രിയേറ്റഡ് ആസ് വൈറ്റമിൻ സി റിച്ച് മസ്റ്റാർഡ് കൾട്ടിവേറ്റർ, പ്യൂസാസ്വാമി കൾട്ടിവേറ്റർ ഓഫ് okra is aphid resistant, Amflora potato is genetically modified GM potato which only starch of the amylopectin. Mon 863 is genetically endangered maize variety developed by Monsanto, designed to be resistant to cod rootworm by expressing the modified. ഇപ്പം നമുക്ക് കുറേ ഓപ്ഷൻസുകളും കിടപ്പുണ്ട് അല്ലേ, കുറേ അധികം ഓപ്ഷൻസുകളും നമുക്ക് കിടപ്പുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ളത് ഏത് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് അല്ലേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് IARI എന്ന് പറയുന്നത് വൈറ്റമിൻ സി മസ്റ്റാർഡ് റിച്ച് കൾട്ടിവേറ്റർ ആയിട്ടുള്ള ഒരു എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ്. പ്യൂസാസാമി കൾട്ടിവേറ്റർ ഓഫ് okra റാഫിഡ് റെസിസ്റ്റന്റ് അല്ല, എന്താണ് യെല്ലോ മൊസൈക്ക് ആണ് അല്ലേ. നമ്മൾ പഠിക്കുന്നതാണ് പ്യൂസാസ്വാനി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ റെസിസ്റ്റന്റ് ഇൻ യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. നോട്ട് സ്പെസിഫിക്കലി ടു അഫൈഡ്സിന് സ്പെസിഫിക്കലി റെസിസ്റ്റന്റ് അല്ല, യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസിനാണ് അതെന്തെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റെസിസ്റ്റന്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ അതിനകത്ത് റോങ് ഉള്ളൂ കേട്ടോ, ഞാൻ ബാക്കി എല്ലാം പറയുന്നില്ല, ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ കറക്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അല്ലേ. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടൈമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ പഠനം സീരിയസ് ആക്കുക, എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഴയത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്യപ്പെടാനായിട്ട് ശ്രമിക്കുക. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ക്ലോൺഡ് ബഫല്ലോ കാഫ് നെയ്മഡ് അല്ലെ സമരൂപ വാസ് ബോൺ ടു അഡ്രസ് ഓഫ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ മിൽക്ക് ആൻഡ് കൺസർവ് മൾട്ടിപ്ലൈ എലൈറ്റ് ആനിമൽസ് ബഫല്ലോ ബ്രീഡ് ഇൻ വിച്ച് കൺട്രി അല്ലേ. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞ ഇൻക്രീസിങ് ഡിമാൻഡ് മിൽക്കുള്ള ബഫല്ലോ അല്ലേ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൺട്രി എഴുതാനായിട്ട് പറ്റും. സമരൂപ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, എന്തായാലും ഇസ്രായേലോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റോ യുണൈറ്റഡ് കിങ്ഡോ ഒന്നും സമരൂപ എന്നുള്ളൊരു പേരിടില്ല. അതെവിടെ തന്നെ ആയിരിക്കും, ഇന്ത്യ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. അങ്ങനെ ചെറിയ ചെറിയ ലോജിക്കുകൾ അപ്ലൈ ചെയ്യാമായിരുന്നു എങ്കിൽ കുറച്ചൊക്കെ ആൻസേഴ്സ് നമുക്ക് ഇതിൽ കിട്ടും. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ. പ്രോട്ടോപ്ലാസം കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമുക്ക് 3-4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിമൽ pH എന്ന് പറയുന്നത് എന്താണ്, ടിപ്പിക്കലി അസിഡിക് pH, അതായത് 5.5 6.5 ആണ്, 6.0 ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് 7 ആണ് അല്ലേ. അപ്പം അസിഡിക് pHലാണ് നന്നായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോട്ടോപ്ലാസം കൾച്ചറിങ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താണ്, റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്ന്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, because while hanging drop culture, microculture chamber and soft agarmetrics method are used for culturing protoplast, dendritic cell culture is not. Dendritic cell culture is a method used in immunology അല്ലെ. ആന്റിജൻ പ്രസന്റിങ് ആയിട്ടുള്ള എന്താണ് സെൽസ് ഫോം ബോൺമാരോ ഓർ പെരിഫറൽ ബ്ലഡ് മോണോസൈറ്റ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഡെൻഡ്രൈറ്റിക് സെൽസ് കൾച്ചർ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സൈറ്റോപ്ലാസം കൾച്ചറുമായിട്ട് ബന്ധമില്ല. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. കോമൺ പ്രാക്ടീസ് ഇൻ പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷൻ ടു വാഷ് പ്രോട്ടോപ്ലാസ്റ്റ് വിത്ത് സെൽ ആൻഡ് പ്രോട്ടോപ്ലാസ്റ്റ് വാഷിംഗ് സോൾട്ട് സൊല്യൂഷൻ വിച്ച് ഓഫൺ കണ്ടെയ്നിങ് 30% മാൻറ്റോൾ ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്യുക. സോ അത് കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ബാക്കി 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, റോങ് ആയിട്ടുള്ളതാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ഇസ് നോട്ട് ദി പ്രൈമറി ഇമ്പാക്ട് ഓഫ് പോളിഅമൈൻസ് ഇൻ ദി ടിഷ്യൂ കൾച്ചർ സിസ്റ്റം. പോളിഅമൈൻസിന്റെ എന്താണ്, നോട്ട് ദ പ്രൈമറി ഇമ്പാക്ട്. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പോളിഅമൈൻസ് ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. പ്രൊമോട്ട് പോളിഅമൈൻസിന്റെ ഒരു റിസൾട്ട് അല്ലാത്ത ഏതെന്നാണ്. പോളിഅമൈൻസ് മെയിൻലി എന്തിനാണ്, റൂട്ടിന്റെ ഫോർമേഷന്, ഷൂട്ടിന്റെ ഫോർമേഷൻസ്, എംബ്രിയോജെനസിസ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, പോളിഅമൈൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ. ഒരിക്കലും അത് ട്യൂബറിൻ്റെയോ ബൾബ് ഫോർമേഷൻസിൻ്റെയോ ഒന്നും പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ല. ട്യൂബർ ബൾബ് ഫോർമേഷൻ പ്രൊഡക്ഷൻസുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല. ദാറ്റ് ഈസ് ഓൺലി റിലേറ്റഡ് ടു ദി
എന്താണ് സൊമാറ്റിക് എംബ്രിയോജെനിസിസ്, ഷൂട്ട് ഫോർമേഷൻസ് ആൻഡ് ഓൾസോ അഡ്വെന്റീഷ്യസ് റൂട്ട് ഫോർമേഷൻസ് എക്സെട്ര. ട്യൂബർ ആൻഡ് ബൾബ് ഫോർമേഷൻസിന് വേണ്ടിയിട്ട് ഈ പോളിയമൈൻസ് എന്ത് ചെയ്യുന്നില്ല, റെസ്പോൺസിബിൾ അല്ല. സോ 46ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ലിങ്ക് ടു ദി ബയോലീച്ചിങ്. ബയോലീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബയോലീച്ചിങ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ, ബയോ ചേർത്തിട്ടുള്ള കുറേ വേർഡുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബയോലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബയോടെക്നോളജിക്കൽ പ്രോസസ് യൂസ് ടു എക്സ്ട്രാക്ട് മെറ്റൽ, അല്ലെ മെറ്റലോ അല്ലെങ്കിൽ മിനറൽ വേസ്റ്റുകളെയോ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നു. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് വി എക്സ്ട്രാക്ട് മെറ്റൽസ് ഫ്രം ഓസ് ഓർ മിനറൽ വേസ്റ്റ്, അല്ലെ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ, മിനറൽസിൽ നിന്നോ മിനറൽ വേസ്റ്റിൽ നിന്നോ ഓറിൽ നിന്നോ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, സിമ്പിളായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലീച്ചിങ്, അല്ലേ, ബയോലീച്ചിങ് എന്ന് വിളിക്കുന്നത്. ബയോലീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൈക്രോബിക്കലി കാറ്റലൈസ്ഡ് റിഡോക്സ് റിയാക്ഷൻ ലീഡ്സ് ടു മെറ്റൽ മൊബിലൈസേഷൻ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബാക്ടീരിയ സച്ച് ആസ് ബാസിലസ്, ക്രൊമോബാക്ടീരിയം, സ്യൂഡോമോണോസ് ആണ് മെയിൻ ആയിട്ട് ബയോലീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ഹൈ പി എച്ച് ആൻഡ് വെരി ലോ പി എച്ച് ആർ നോട്ട് ഐഡിയൽ ഫോർ ലീച്ച്, അല്ലേ. അതായത് ഹൈ പി എച്ചും ചിലപ്പോൾ ഈ ലോ പി എച്ചും ഒരിക്കലും ഐഡിയൽ അല്ല. ലോ പി എച്ച് ഈസ് മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ബയോലീച്ചിങ്. ആസ് ലോ പി എച്ച് ഇറ്റ് ഈസ് എൻഹാൻസ് മെറ്റൽ സോലിബിലിറ്റി. കറക്റ്റ്. Microbes that exhibit high tolerance or having became adapted to high concentration of soluble heavy metals. അപ്പോൾ ഈ ബയോലീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 4ഉം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ബയോലീച്ചിങ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ 47th ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ, അല്ലെ. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള പെയറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ, ഒന്നാമത്തെ പെയർ എന്താണ്, പോളിവിനൈൽ ആൽക്കഹോൾ ആൻഡ് പോളി അൻഹൈഡ്രേസ് നാച്ചുറൽ ബയോഡിഗ്രേഡബിൾ ബയോപോളിമർ ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തല്ല, PVA എന്ന് പറയുന്നത്, അല്ലെ, പോളിവിനൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നാച്ചുറൽ അല്ല, സിന്തറ്റിക് ബയോപോളിമർ. സോ അത് തെറ്റിപ്പോയിരിക്കുകയാണ്. രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് നോക്കാം, പോളി അൻഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ സിന്തറ്റിക്. ഇതും അവരെന്താണ് പറയുന്നത്, രണ്ടാമത്തേതും പറഞ്ഞേക്കുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത്, ബയോഡിഗ്രേഡബിൾ പോളിമർ, അല്ലെ, പോളിഗാമ ഗ്ലൂട്ടാമിക് ആസിഡ്. പോളിഗാമ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ബയോഡിഗ്രേഡബിൾ ബയോപോളിമർ ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെയിൻസ് ഓഫ് ബാസിലസ് ബാക്ടീരിയ, അല്ലെ, നാച്ചുറൽ ആണ്. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, സിന്തറ്റിക് ബയോഡിഗ്രേഡബിൾ പോളിമർ അല്ല, നാച്ചുറൽ ബയോഡിഗ്രേഡബിൾ പോളിമർ ആണ്. തെറ്റ്. പോളിവിനൈൽ, അല്ലെ, അഡിപ്പേറ്റ് ടെറിഫെറ്റേറ്റ് പിബാറ്റ് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആണ്, കമ്പോസ്റ്റബിൾ ആയിട്ടുള്ള പോളിമർ ആണ്. കറക്റ്റ് ആണ്. പോളിഗ്ലൈക്കോളിക് ആസിഡിനെ സംബന്ധിച്ച് എന്താണ്, അലിഫാറ്റിക് പോളിയസ്റ്റർ വിത്ത് എസ്റ്റർ ലിങ്കേജ് ആണുള്ളത്. അതിനകത്ത് അമൈഡ് ലിങ്കേജ് അല്ല ഉള്ളത്, എസ്റ്റർ ലിങ്കേജ് ആണുള്ളത്. അപ്പം പറഞ്ഞിട്ടുള്ളതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നോക്കാം, നമുക്ക് 48ാമത്തെ ക്വസ്റ്റ്യൻ, അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ പറയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബയോടെക്നോളജി, അല്ലേ, നമ്മുടെ ബയോ ഇൻഫോർമാറ്റിക്സ്. അതിനകത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്രാവശ്യം ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റ് എന്താണെന്നൊക്കെ അറിയാമല്ലോ, അല്ലേ. നമ്മുടെ എന്താണ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ബ്ലാസ്റ്റ് പല തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റ് എക്സ്, ബ്ലാസ്റ്റ് പി, ടി ബ്ലാസ്റ്റ് എക്സ്, ടി ബ്ലാസ്റ്റ് എൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഏതാന്ന് നോക്കാം. ബ്ലാസ്റ്റ് എക്സ് കമ്പയർ ന്യൂക്ലിയോടൈഡ് ക്വയറി സീക്വൻസ് ടു എ പ്രോട്ടീൻ സീക്വൻസ്. എക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡിനെ പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്യാനാണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. പി എന്ന് പറയുന്നത് കമ്പയർസ്, പി നമ്മൾ കണക്ട് ചെയ്താണ് പഠിക്കുന്നല്ലേ. ബ്ലാസ്റ്റ് പി എന്ന് പറയുന്നത് പ്രോട്ടീനുകളെ കമ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റ് പി നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് പി ഈസ് യൂസ്ഡ് ടു കമ്പയർ പ്രോട്ടീൻ ക്വയറി സീക്വൻസ്. ഇനി ടി ബ്ലാസ്റ്റ് എക്സ് ഉണ്ട്. ടി ബ്ലാസ്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്പയർ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ്, അല്ലേ. ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിക് ആസിഡിനെ ടി ബ്ലാസ്റ്റ്, ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിനെ പ്രോട്ടീനുമായിട്ട് ക്വയർ ചെയ്യാൻ. ടി ബ്ലാസ്റ്റ് എൻ എന്ന് പറയുന്നത്
ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസിനെ അടുത്ത ഒരു ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസുമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പ്രോട്ടീൻ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ സിമിലാരിറ്റീസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അതിൽ ബ്ലാസ്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയോടൈഡ് ക്വയറി കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലാസ്റ്റ് എക്സ്. ബ്ലാസ്റ്റ് പി എന്ന് പറയുന്നത് പ്രോട്ടീൻ ക്വയറിനെ കമ്പയർ ചെയ്യാൻ. ടി ബ്ലാസ്റ്റ് എക്സ് എന്ന് പറയുന്നത് കമ്പയർ ട്രാൻസ്ലേറ്റഡ് DNA ക്വയറി അല്ലേ, ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള DNA പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ട്. ടി ബ്ലാസ്റ്റ് എൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ്. സോ ഇത് കറക്റ്റ് ആയിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. സോ 49th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രോട്ടീൻ മോഡലിംഗ് ഈസ് ഫോൾസ്? പ്രോട്ടീൻ മോഡലിംഗ് അല്ലേ, ഓക്കെ, പ്രോട്ടീൻ മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമുക്ക് അറിയാം അല്ലേ. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്നോട്ട് ഈസ് എ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് പ്രഡിക്ഷൻ ഓഫ് എ സെക്കൻഡറി സ്ട്രക്ചർ വിത്ത് സ്യൂഡോ നോട്ട്സ് യൂസിങ് ഇന്റഗർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ, ഇതും എഗെയിൻ ബയോ ഇൻഫർമാറ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. പ്രോട്ടീൻ മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രഡിക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതിൽ പ്രോട്ടീൻ മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എ സ്റ്റേറ്റ്മെന്റ് നോക്കി, ബി നോക്കി, സി നോക്കി. ഇത് മൂന്നും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്നോട്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഇപ്നോട്ട് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ ആയിട്ടൊരു കമ്പ്യൂട്ടേഷണൽ ടൂൾ ഫോർ പ്രെഡിക്റ്റിംഗ് RNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ. പ്രോട്ടീനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ടൂളേ അല്ല. അത് മെയിനായിട്ട് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? RNAയുടെ സ്ട്രക്ചറുമായിട്ട് ആണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല? നമ്മുടെ പ്രോട്ടീൻ മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ബാക്കി പറഞ്ഞിട്ടുള്ള എ, ബി, സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്തുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഇപ്നോട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ പ്രഡിക്ഷൻ അല്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിന്റെ ആണല്ലേ, ആക്യുറേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ അല്ല, അതിനു പകരം RNAയുടെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്